നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നതിന് തൊട്ടു മുൻപ് പൾസർ സുനി വിളിച്ച ആ ശ്രീലക്ഷ്മി ആര്? ഇപ്പോഴിതാ ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് കളത്തിലിറങ്ങി. എന്തുകൊണ്ട് ശ്രീലക്ഷ്മി എന്ന യുവതിയെ ചോദ്യം ചെയ്തില്ല എന്ന കോടതിയുടെ ചോദ്യം, അതിലപ്പുറം കോടതിയുടെ ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന പ്രതി പൾസർ സുനി നടിയെ ആക്രമിച്ച് നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നതിന് തൊട്ടു മുൻപാണ് ശ്രീലക്ഷ്മിയെ വിളിക്കുന്നത്. ഈ കൊടും ക്രൂരതയ്ക്ക് മുൻപ് അവരെ എന്തിനാണ് ഫോണിൽ ബന്ധപ്പെട്ടത്? ഈ ആക്രമണത്തെക്കുറിച്ച് ശ്രീലക്ഷ്മിക്ക് അറിവുണ്ടായിരുന്നു? ഈ ചോദ്യങ്ങളാണ് കോടതി വിധിന്യായത്തിൽ ഉയർത്തിയിരിക്കുന്നത്. ഈ സ്ത്രീക്ക് കുറ്റകൃത്യത്തെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ എന്ന കോടതിയുടെ ചോദ്യത്തിന് പ്രോസിക്യൂഷൻ ഉത്തരമില്ല. ഇക്കാര്യം പോലീസ് സംഘവും പരിശോധിച്ചില്ല. എന്നാൽ ശ്രീലക്ഷ്മിയെ കുറഞ്ഞത് 3-4 തവണ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു വരുത്തിയെന്നും അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞുവെന്നും അവരുടെ ഭർത്താവ് പറയുന്നു. ശ്രീലക്ഷ്മിയുടെ ഫോൺ അന്ന് തന്നെ പോലീസ് സംഘത്തിന് കൈമാറിയിരുന്നു. എന്നാൽ ഫോൺ ഇതുവരെ ശ്രീലക്ഷ്മിക്ക് മടക്കി കൊടുത്തിട്ടില്ല. പൾസർ സുനി ബസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന സമയത്ത് ശ്രീലക്ഷ്മി എന്ന യുവതിയെ അയാൾ പരിചയപ്പെടുന്നു. പിന്നീട് ഇവർ തമ്മിൽ വലിയ സൗഹൃദം. സ്ഥിരമായി ശ്രീലക്ഷ്മിയെ പൾസർ സുനി വിളിക്കും. നടി ആക്രമിക്കപ്പെട്ട ദിവസം പൾസർ സുനി ശ്രീലക്ഷ്മിയെ വിളിച്ച് ഇന്നൊരു കാര്യം ചെയ്യുന്നുണ്ട് എന്നും പ്രാർത്ഥിക്കണമെന്നും പറയുന്നു. അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് പൾസർ സുനി ശ്രീലക്ഷ്മിയെ അന്ന് രാത്രി പലവട്ടം വിളിച്ചത് എന്ന് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പറയുന്നു. ആ രാത്രി പലതവണ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അന്വേഷണത്തിൽ സംശയകരമായി ഒന്നും അന്വേഷണ സംഘത്തിന് തോന്നാത്തതുകൊണ്ടാണ് ശ്രീലക്ഷ്മിയെ വെറുതെ വിട്ടത് എന്ന് ഭർത്താവ് വിശദീകരിക്കുന്നു. ദിലീപ് അടക്കമുള്ള പ്രതികൾക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്കപ്പുറത്ത് വിശ്വാസയോഗ്യമായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ശ്രീലക്ഷ്മി എന്ന സ്ത്രീയെ എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ സാക്ഷിയാക്കിയില്ല? വിധിന്യായത്തിൽ പ്രോസിക്യൂഷന്റെ വീഴ്ചകൾ എണ്ണിപ്പറയുമ്പോഴാണ് കോടതിയുടെ ശ്രദ്ധേയമായ നിരീക്ഷണം. നടിയെ ആക്രമിക്കുമ്പോൾ ഒരു മാഡം തന്ന കൊട്ടേഷനാണ് എന്ന് പൾസർ സുനി നടിയോട് വ്യക്തമാക്കിയിരുന്നു. ആ മാഡം ആരെന്ന ചോദ്യമാണ് കോടതി തന്നെ വിധിന്യായത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. ശ്രീലക്ഷ്മി എന്ന സ്ത്രീയെ എന്തുകൊണ്ട് അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ചു? എന്തുകൊണ്ട് ശ്രീലക്ഷ്മിയെക്കുറിച്ച് ഒരുവിധ വെളിപ്പെടുത്തലുകളും കോടതിക്ക് മുൻപിൽ അന്വേഷണ സംഘം നടത്തിയില്ല? ഈ കൊടുംക്രൂരകൃത്യം നടത്തുന്ന അന്ന് രാത്രിയിൽ പലവട്ടം പൾസർ സുനിയെ വിളിക്കുന്നു ശ്രീലക്ഷ്മി. അതിനു മുൻപും പതിവായി പൾസർ സുനിയുമായി ഫോണിൽ ബന്ധപ്പെടാറുണ്ട് ശ്രീലക്ഷ്മി എന്ന സ്ത്രീ. നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷൻ വീഴ്ചകൾ എണ്ണിപ്പറയുന്ന ഭാഗത്താണ് കോടതിയുടെ നിർണായകമായ ഈ നിരീക്ഷണം. സുനിയുമായി പ്രത്യേക അടുപ്പം സൂക്ഷിക്കുന്ന സ്ത്രീ എന്ന തലത്തിലാണ് ശ്രീലക്ഷ്മിയെ പോലീസ് കണക്കാക്കിയിരുന്നത്. എന്നാൽ സ്ത്രീ സാന്നിധ്യം ആരാണ് എന്നുറപ്പിക്കാനും ശ്രീലക്ഷ്മിക്ക് കേസിൽ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കാനും പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നതാണ് കോടതിയുടെ വിലയിരുത്തൽ. കുറ്റം നടന്ന ദിവസമായ 2017 ഫെബ്രുവരി 17 വൈകുന്നേരം 3:44 വരെ ശ്രീലക്ഷ്മിയിൽ നിന്ന് സുനിയുടെ ഫോണിലേക്ക് തുടരെ കോളുകൾ. ഈ സമയം നിരവധി സന്ദേശങ്ങളും ശ്രീലക്ഷ്മി സുനിക്ക് അയച്ചു. അന്നേ ദിവസം വൈകുന്നേരം 6:22-നും 7:51-നും ഇടയിൽ അവർ സുനിയെ 6 തവണ വിളിച്ചിരിക്കുന്നു. കുറ്റം നടന്ന അതേ ദിവസം രാത്രി 9:03-നും 9:56-നും ഇടയിൽ സുനിക്ക് ശ്രീലക്ഷ്മിയിൽ നിന്ന് 7 മെസ്സേജുകൾ. ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം 2017 ഫെബ്രുവരി 17 രാത്രി 10:30-നും 10:48-നും ഇടയിലുമാണ് വീഡിയോകൾ പകർത്തിയത്. ശ്രീലക്ഷ്മിയിൽ നിന്നുള്ള അവസാന കോൾ സുനിക്ക് ലഭിക്കുന്നത് 9:56-ന്. കൃത്യം 30 മിനിറ്റുകൾക്ക് ശേഷം നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തുന്നു. ചുരുക്കത്തിൽ ഇരയോടൊപ്പം യാത്ര ചെയ്യുന്നതിനിടയിൽ പോലും ശ്രീലക്ഷ്മിയുമായി പൾസർ സുനി നിരന്തരം ബന്ധപ്പെടുന്നു. എന്നിട്ടും പോലീസ് സംഘം അവരെ സാക്ഷിയാക്കുകയോ കോൾ ഡേറ്റ റെക്കോർഡ്, അവരുടെ ലൊക്കേഷൻ വിവരങ്ങൾ എന്നിവ ഹാജരാക്കുകയോ ചെയ്തില്ല. ഏറെ ദുരൂഹമാണ് അന്വേഷണ സംഘത്തിന്റെ ഈ നടപടിയെന്ന് കോടതി. ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യം നടക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് വരെ കുറ്റവാളി ബന്ധപ്പെടുന്ന സ്ത്രീ എന്ന നിലയിൽ അവരുടെ പ്രാധാന്യം എന്തുകൊണ്ട് അന്വേഷണ സംഘം ഗൗരവത്തിലെടുത്തില്ല? അഥവാ ശ്രീലക്ഷ്മി മറ്റാർക്കെങ്കിലും വേണ്ടി ഇത്തരമൊരു കുറ്റകൃത്യം ഏകോപനം നടത്തിയതാണോ? അവരെ കൂടുതൽ ചോദ്യം ചെയ്തിരുന്നു എങ്കിൽ, അവരെ കേസിൽ സാക്ഷിയാക്കിയിരുന്നു എങ്കിൽ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വെളിച്ചം പകരുന്ന വിവരങ്ങൾ ലഭിക്കുമായിരുന്നുവെന്നാണ് കോടതിയുടെ നിരീക്ഷണം. സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൃത്യമായ അറിവ് ശ്രീലക്ഷ്മിക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളേറെയാണ്. സുനിയും ശ്രീലക്ഷ്മിയും തമ്മിൽ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സുനിയും
ദിലീപും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം ശ്രീലക്ഷ്മിക്ക് കൃത്യമായി അറിയാം എന്നതാണ് കോടതിയുടെ നിരീക്ഷണം. ഇവിടെ എന്തുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന് പിഴവ് സംഭവിച്ചത്? അഥവാ ശ്രീലക്ഷ്മിയെ ബോധപൂർവം സഹായിക്കാൻ മറ്റേതെങ്കിലും ഉന്നതർ ശ്രമിച്ചിരുന്നോ? ഈ സംശയമാണ് ഇപ്പോൾ കേരളം ഉയർത്തുന്നത്. വിചിത്രമായ കാര്യങ്ങളാണ് ഇതിനായി പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചത്. ശ്രീലക്ഷ്മിയുടെ ഫോണിലെ ഉള്ളടക്കം അവരുടെ സ്വകാര്യതയെ ബാധിക്കുമെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. ഫോണിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അവരുടെ സ്വകാര്യതയെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി അത് പുറത്തു കൊണ്ടുവന്നതേയില്ല. പൾസർ സുനിയുമായി ബന്ധപ്പെടാൻ ഉപയോഗിച്ച ഫോണിന് പുറമെ അവർ മറ്റൊരു മൊബൈൽ ഫോൺ കൂടി ഉപയോഗിച്ചിരുന്നു. ഇക്കാര്യം FSL റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു. എന്നാൽ രണ്ടാമത്തെ ഫോണിൻ്റെ DCR ലൊക്കേഷൻ വിവരങ്ങളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയില്ല. ഇതിനു വേണ്ട വ്യക്തമായ കാരണവും അവർ നിരത്തിയില്ല. പോലീസ് അവരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കോടതിയുടെ മുന്നിൽ ഒരു രേഖകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയില്ല. ഒരു സ്ത്രീയാണ് കൊട്ടേഷൻ നൽകിയത് എന്ന സുനിയുടെ മൊഴി. ആക്രമിക്കപ്പെട്ട നടിയും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. മാഡം എന്ന് സുനി ഉദ്ദേശിച്ചത് ആരെയാണ്? കേരളം വിചാരിച്ചതിനേക്കാൾ വളരെ ഭീതിതമാണ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഏറെ ദുരൂഹതകളും. മാഡം കൊട്ടേഷൻ നൽകി എന്ന് പൾസർ സുനി പറഞ്ഞത് വെറുതെയല്ല എന്ന് കേരളം വിശ്വസിക്കുന്നു. ദിലീപിനപ്പുറം മറ്റ് ചില മാസ്റ്റർ കോൺസ്പിറേറ്റേഴ്സ് ഇതിന് പിന്നിലുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നതും അതുകൊണ്ട് തന്നെ. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനിയെ പോലുള്ളവർ പഴയൊരു മാർട്ടിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നു. ഇതിൽ സംവിധായകൻ ലാലിനടക്കം നിരവധി പേർക്കെതിരെ രൂക്ഷമായ പരാമർശമുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ഈ മാർട്ടിനും പൾസറുമൊക്കെ വലിയ ഫ്രോഡുകളാണ്. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ അവർ എങ്ങനെ വളരെ കഥ നിറഞ്ഞ വീഡിയോകൾ ചിത്രീകരിച്ചു? ആരായിരുന്നു അവർക്ക് പിന്നിൽ? ആഡംബര ജീവിതത്തിന് പുറമെ ഇത്തരം വീഡിയോകൾ റെക്കോർഡ് ചെയ്യാനും അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാനുമൊക്കെ ശ്രമിച്ചവർ തന്നെയാണ് ഈ ഗൂഢാലോചനയുടെ പിന്നിൽ കളിച്ചത്. ഈ കേസിൽ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്നു. എന്നാൽ മാഡം ആരാണെന്നും കഥ, തിരക്കഥ, സംഭാഷണം എന്നിവയൊക്കെ ആരാണ് ഈ കൊടുംക്രൂരകൃത്യത്തിന് വേണ്ടി തയ്യാറാക്കിയതെന്നും ഇപ്പോഴും ജനം ചോദിക്കുകയാണ്. ജാമ്യത്തിലിറങ്ങിയ മാർട്ടിൻ എന്ന രണ്ടാം പ്രതിയെ കൊണ്ട് ഒരു വ്യാജ വീഡിയോ ചിത്രീകരിച്ചതിന് പിന്നിൽ ഈ സംഭവത്തിൻ്റെ ഗൂഢാലോചനക്കാർ തന്നെ. അത് വ്യക്തമാക്കുന്നതാണ് മാർട്ടിൻ മുന്നോട്ട് വയ്ക്കുന്ന കഥ. മാർട്ടിൻ സംശയത്തിൻ്റെ മുന്നിട്ടിരിക്കുന്നത് സംവിധായകൻ ലാലിനും ലാലിൻ്റെ കുടുംബത്തിനും നേർക്കാണ്. നടനും സംവിധായകനും നിർമ്മാതാവുമൊക്കെയാണ് ലാൽ. കേരളത്തെ നടുക്കുന്ന പലവിധ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നു. സത്യമേത്, മിഥ്യേത് എന്ന് തിരിച്ചറിയാനാവാതെ കണ്ണുതള്ളി നിൽക്കുകയാണ് ജനം. എന്നാൽ തനിക്ക് നീതി ലഭിച്ചില്ല എന്ന് അതിജീവിത കരഞ്ഞു പറയുമ്പോൾ അതിജീവിതയ്ക്കൊപ്പം നിൽക്കേണ്ട ഉത്തരവാദിത്വം ഈ സമൂഹത്തിനുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനുമൊക്കെ വീഴ്ച സംഭവിച്ചു എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നിടത്ത് നമുക്ക് ചില സംശയങ്ങൾ ഉയരുന്നു. സംഭവ ദിവസം പൾസർ സുനിയെ പലവട്ടം ഫോൺ ചെയ്തത് ശ്രീലക്ഷ്മി എന്ന മാഡമാണോ? കൊടും ക്രൂരകൃത്യത്തിന് പിന്നിൽ സ്വയം രക്ഷപ്പെടാൻ ആരൊക്കെയോ ശ്രമിച്ചതിൻ്റെ അനന്തരഫലങ്ങളാണ് ഇപ്പോൾ കോടതിയും പ്രോസിക്യൂഷനും അതിജീവിതയും ഒക്കെ പരസ്പരം ചീത്ത വിളിക്കുന്നത്. ഇതിൽ നമ്മൾ എല്ലാവരെയും സംശയിച്ചു പോകും എന്ന തലത്തിൽ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ. ഹൃദയഭേദകമാണ് പുറത്തു വരുന്ന ഓരോ വാർത്തകളും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.